നമസ്കാരം സുഹൃത്തുക്കളെ, 2025 ജനുവരി മാസത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ എക്സാമിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും കേട്ടോ. അപ്പൊ വരാൻ പോകുന്ന എക്സാമുകൾ നമുക്കറിയാം, ഇംഗ്ലീഷിൽ 10 മാർക്ക് നിർണായകമാണ് അല്ലെ. 10 മാർക്കിൽ ഒരു 9 മാർക്കൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ നല്ല നിലവാരമുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് നിങ്ങൾ മാറും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാൻ. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, വിമർശനങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blank using the appropriate form of the verb. ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് വെർബ് ഫോം ഏതാണെന്ന് ചെയ്തു നോക്കാൻ കഴിയണം കേട്ടോ. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ആദ്യം കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം? SCRT ലെസൺ ചെയ്യാം. ഒരു ദിവസം PYQ. രാവിലെ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ വൈകുന്നേരം നോർമൽ GK ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഒരു ദിവസം ഫുൾ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരു ദിവസം ഫുൾ SCRT കേട്ടോ. അങ്ങനെ നമുക്ക് ദിവസങ്ങളോളം എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. കൂടെ വന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഒന്ന് ചെയ്യും മക്കളെ. യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ദേ ഡാഷ് ഫുട്ബോൾ. ഇവിടെ എന്താണ്? ഇവിടെ എങ്ങനെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുക? യൂഷ്വലി ദ പ്ലേ അല്ലെ. യൂഷ്വലി ദേ പ്ലേ എന്താണ്? പതിവായി ചെയ്യുന്ന കാര്യമാണ്. യൂഷ്വലി പറഞ്ഞെന്താണ്? സ്ഥിരമായി, പതിവായി. ദേ പ്ലേ അവർ കളിക്കാറുണ്ട് അല്ലെ. പതിവായി ചെയ്യുന്നതാണ്. യൂഷ്വലി ദേ പ്ലേ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. യൂഷ്വലി ദേ പ്ലേ അവർ സ്ഥിരമായിട്ട് കളിക്കാറുണ്ട് അല്ലെ. യൂഷ്വലി ഷീ കുക്സ് അല്ലെ. എന്താണ്? യൂഷ്വലി ഷീ കുക്സ് അവൾ എന്നും പാചകം ചെയ്യാറുണ്ട്. അതൊക്കെ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എന്നാൽ ബട്ട് നൗ അതെന്താണ്? ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ബട്ട് നൗ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് അല്ലെ. പ്രസന്റിലെ ഒരു കണ്ടിന്യൂസ് ഫോം ആയിട്ട് വരും അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആയിട്ട് വരും. ബട്ട് നൗ ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിനാൽ അപ്പൊ എന്താണ്? അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തില് അല്ലെ. സ്ഥിരമായി കളിക്കുന്നുണ്ട്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് വരണം? കണ്ടിന്യൂസ് ഫോം ആയിട്ട് വരണം അല്ലെ. കണ്ടിന്യൂസ് ഫോം ആയിട്ട് വരണം. അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരിക? ആർ പ്ലേയിങ്. എന്താണ്? ആർ പ്ലേയിങ്. ദേ അല്ലെ. ദേ കഴിയുമ്പോ ആർ പ്ലേയിങ് ഫുട്ബോൾ. പ്രസന്റ് കണ്ടിന്യൂസ് ഫോം വരണം. എത്രയും റിപ്പീറ്റേഷൻ പറയുന്നത് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. മനസ്സിലായോ? യൂഷ്വലി ദേ പ്ലേ എന്താണ്? അവിടെ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ നടക്കുന്ന കാര്യം, അതായത് പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ ബട്ട് നൗ എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് അടുത്ത വരുന്ന സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആയിരിക്കണം. ആ പ്ലേയിങ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ആകരുത്. പാസ്റ്റ് കണ്ടിന്യൂസ് ആയാൽ വേറെ വരും അല്ലെ. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആകരുത്. ഇപ്പോഴുള്ള കാര്യമാണ്, സ്ഥിരമായി നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആയിട്ടുള്ള ആർ പ്ലേയിങ് ആണ് വരേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. സെലക്ട് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. They rarely visit us. They rarely visit us. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന സെന്റൻസ് എന്ത് സെന്റൻസ് ആണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. കാരണം എന്താണ്? നെഗറ്റീവ് ഒറ്റ നോട്ടത്തിൽ നെഗറ്റീവ് ഇല്ല. നോ എന്നോ നോട്ട് എന്നോ നെവർ എന്നോ നത്തിങ് എന്നോ ഒന്നുമില്ല. പക്ഷേ റയർലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. റയർലി, ബെയർലി, അതുപോലെ സ്കെയർസ്ലി, ഇതൊക്കെ എന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ റയർലി തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആയാൽ ടാഗ് പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പൊ ഇത് നെഗറ്റീവ് ടാഗ് അല്ലേ, ഒഴിവാക്കി വിടുക. ഇതും ഒഴിവാക്കി വിടുക. ഇവിടെ വിസിറ്റ് ആണ്. വിസിറ്റ് ആണ് പാസ്റ്റ് ഫോം ആണോ? അല്ല അല്ലെ. വിസിറ്റ് ആണ്. അപ്പൊ വിസിറ്റഡ് എന്നാണെങ്കിൽ
വിസിറ്റഡ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡ് ദേ എന്ന് എഴുതാം. ഇപ്പൊ ഇവിടെ വിസിറ്റ് ആണ്. വിസിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡു ദേ എന്ന് എഴുതാം. വിസിറ്റ്സ് എന്ന് ആണെങ്കിൽ ഡസ് ദേ എന്ന് അല്ലെ, ഡസ് ദേ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഒരിക്കലും എന്താണ് ഡസിൻല്ലേ വരുവോ ഇല്ല അല്ലെ. ഡസിന്റെ കൂടെ ദേ ഫോം വരുമോ? നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഓരോ ക്ലാസ്സിലും കുറച്ച് റൂളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? വിസിറ്റ് അല്ലെ. വിസിറ്റ് ഡു ദേ. സെലക്ട് ദി സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഇവിടെ തന്നിട്ടുള്ളത് അതിൽ ഫ്രേസൽ വെർബ് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The proposal was dash due to lack of funds. The proposal was due to lack of funds. എന്താണ്? ഫണ്ടുകളുടെ കുറവ് കാരണം അല്ലെ, ലാക്ക് ഓഫ് ഫണ്ട്സ്, ഫണ്ടുകളുടെ കുറവ് കാരണം എന്ത് ചെയ്തു? പ്രൊപ്പോസൽ അല്ലെ, അതായത് പ്രൊപ്പോസൽ എന്ത് ചെയ്തു? നിരസിച്ചു അല്ലെ. ലാക്ക് ഓഫ് ഫണ്ട്സ്, ഫണ്ടുകളുടെ കുറവ് കാരണം എന്ത് ചെയ്തു? പ്രൊപ്പോസൽ തള്ളിക്കളഞ്ഞു, നിരസിച്ചു എന്ന് പറയുന്നു. തള്ളിക്കളയുക, നിരസിക്കുക എന്ന അർത്ഥത്തിൽ ഏത് വരും? ഏത് ഫ്രേസൽ വെർബ്? തള്ളിക്കളയുക, നിരസിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ് എവിടെ ഏതാണ്? ടേൺഡ് ഡൗൺ അല്ലെ, ടേൺഡ് ഡൗൺ. Think the manager is dragging his feet in this case. I think the manager is dragging his feet in this case. The sentences can be interpreted as ഇതെങ്ങനെ ചെയ്യും? ഡ്രാഗിങ് ഹിസ് ഫീറ്റ് എന്നതിന്റെ എന്താണ്? ഡ്രാഗിങ് ഹിസ് ഫീറ്റ് എന്താണ് ഇവിടെ ഇതിന്റെ അർത്ഥം വരിക? ഇതിന്റെ ഇഡിയം എന്താണ് വരിക? ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ബന്ധമില്ലാതെ താമസിക്കുക. ബന്ധം ഇല്ലാതെ, ഇപ്പൊ നമ്മൾ ഒരു ബന്ധമില്ലാതെ പോയിട്ട് താമസിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ബന്ധമില്ലാതെ താമസിക്കുക അല്ലെ, മനസ്സില്ലാതെ മന്ദഗതിയിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥമൊക്കെ വരും കേട്ടോ. ബന്ധമില്ലാതെ താമസിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സില്ലാതെ വേണോ വേണ്ടയോ എന്ന രീതിയിൽ പ്രവർത്തിക്കില്ലേ, അങ്ങനെ മനസ്സില്ലാതെ മന്ദഗതിയിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിലൊക്കെ പറയും കേട്ടോ. ഐ തിങ്ക് ദ മാനേജർ ഈസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ്. ഈ കേസിൽ അതായത് വളരെ താല്പര്യമില്ലാതെ മനസ്സില്ലാത്ത രീതിയിൽ മന്ദഗതിയിലാണ് പ്രവർത്തിച്ചത്. അപ്പൊ അതിനെ ഇന്റർപ്രറ്റ് ആക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ആൻസർ വരിക? ദ മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ്. സ്ലോലി, ദ മാനേജർ ഈസ് ആക്ടിങ് slowly because he doesn't want to do it. Okay, the manager is acting slowly in this case because he doesn't want to do it. കണ്ടോ, ഇവിടെ കറക്റ്റ് ആ ഇഡിയം വരണം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ ഡ്രാഗിങ് ഹിസ് ഫീറ്റിന്റെ ഇഡിയം നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഡ്രാഗിങ് ഹിസ് ഫീറ്റിന്റെ അർത്ഥം നമ്മൾ എന്താ പറഞ്ഞത്? മനസ്സില്ലാതെ മന്ദഗതിയിൽ പ്രവർത്തിക്കുക അല്ലെ. മനസ്സില്ലാതെ ഒരു മന്ദഗതിയിൽ, ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ ടോപ്പിക് പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് വേണ്ടിക്ക് നിൽക്കും അല്ലേ. അപ്പൊ മനസ്സില്ലാതെ മന്ദഗതിയിലായിരിക്കും നമ്മുടെ എന്താണ് പഠനം എന്ന് പറയുന്നത്. അപ്പൊ അതേ മീനിങ് തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. ഹി ഡസന്റ് വാണ്ട് ടു ഡു ഇറ്റ് അല്ലെ, വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ. Complete the sentences using the correct option. If I had a car, എനിക്ക് കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, if I had, impossible ആണ് അല്ലേ. ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുമായിരുന്നു? ബസ് സ്റ്റോപ്പിൽ ഇറക്കുമായിരുന്നു. നമ്മൾ പറയാല്ലേ, എനിക്കൊരു കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടായിരുന്നു എന്ന് പറയും അല്ലേ. ഇഫ് ഐ ഹാഡ് എ കാർ അല്ലേ, ഇഫ് ഐ ഹാഡ് അല്ലേ, ഒരു ഇമ്പോസിബിൾ ആണ്, ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഈ സാധനം ഇല്ല, റിയൽ ആണോ? കാർ ഉണ്ടോ? ഇല്ല, ഒരു അൺറിയൽ ആണ്, ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് ഐ ഹാഡ് എ കാർ എന്ത് പറയാം?
എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കുമായിരുന്നു അല്ലേ? വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വുഡ് ഡ്രോപ്പ് യു അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ഡിസ്പോസിഷന്റെ സിനോണിയം സെയിം മീനിങ്. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ് കേട്ടോ. സ്വഭാവം ഇവിടെ ഏത് വരും? ക്യാരക്ടർ ആണ് കേട്ടോ. ക്യാരക്ടർ അല്ലേ നമ്മൾ സ്വഭാവം പറയുക, മറക്കരുത് കേട്ടോ. വീണ്ടും റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ വരും. ഡിസ്പോസിഷൻ, ക്യാരക്ടർ. ഡിസ്പോസിഷൻ ഞങ്ങൾക്ക് പറയൂ കേട്ടോ. അവരുടെ ക്യാരക്ടർ അത്ര ശരിയില്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ? അവന്റെ അല്ലെങ്കിൽ അവളുടെ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇനി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എന്ത് പറയാ? അതിന് പകരം ഡിസ്പോസിഷൻ എന്നൊക്കെ ചേർത്ത് വെക്കുക കേട്ടോ. ഡിസ്പോസിഷൻ ക്യാരക്ടർ ആണ്. Change into comparative degree. Rajiv is the tallest boy in the class. ഇവിടെ the tallest boy ആണ് അല്ലേ? ഇതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റണം. ഇത് എന്ത് ഡിഗ്രിയാ? ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ? ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അത് എങ്ങനെ അറിഞ്ഞു? the tallest est ഫോം ഉണ്ടെങ്കിൽ ആ സെന്റൻസ് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ആണ്. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. ഈ 3 ഡിഗ്രികളാണ് നമ്മുടെ ഇംഗ്ലീഷിൽ ഗ്രാമറിലുള്ളത്. അതില് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ എങ്ങനെ ഉണ്ടാകും? ഒരു EST ഫോം ആണെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ER ഫോമിൽ ആയിരിക്കും. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇതാ ഇവിടെ എങ്ങനെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും? ഇവിടെ നമുക്ക് എലിമിനേഷൻ ചെയ്തിട്ട് വിടാം അല്ലെ? ദ മോസ്റ്റ് കണ്ടോ, ടാലർ ദാൻ, മോസ്റ്റ് ഓഫ് ദി. ദ മോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് കേട്ടോ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് ആൻസർ ഏതാ വേണ്ടത്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് വേണ്ടത്. ഒന്ന് വേഗം ചെയ്തേ. ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? രാജീവ് ഈസ് taller than all the other boys in the class. ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ഫോം മാറ്റേണ്ടത്. രാജീവ് ഈസ് taller than all other boys അല്ലെ? മറ്റുള്ള ആൺകുട്ടികളെക്കാൾ അല്ലെ? in the class. A group of soldiers is called ഇത് വരും ട്രൂപ്പ് ആണ് കേട്ടോ. ഈ ട്രൂപ്പ് അല്ല, TROOP. ട്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഈസ് കോൾഡ് ട്രൂപ്പ്. Pick out the correctly spelled word from the following. Correctly spelled word ഇതിൽ ഏതാണ്? B ആണ് കേട്ടോ. SILHOUETTE കേട്ടോ. കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. സ്പെല്ലിങ്ങൾ ചിലപ്പോ റിപ്പീറ്റേഷൻ വരും. നന്നായിട്ട് ഈ സിനോണിയംസും, അതായത് എന്താ പറയാ, സിനോണിയം, എൻഡോണിയം, അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഏതാണ്, അങ്ങനെ ഓരോന്ന് ഈ ഗ്രാമർ അല്ലാതെ വെർബ് ഫോമുകളൊക്കെ വരുന്നത്, അതായത് നോൺ ഗ്രാമറിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ പഠിച്ചോ? സിലൗട്ട് പഠിച്ചോ? സിലൗട്ട് SILHOUETTE ട്ടോ പഠിക്കണേ. നെക്സ്റ്റ് വൺ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റൂ. റിത ആസ്ക്ഡ് രമേശ്, ഡു യു നോ ദ ആൻസർ? റിത ചോദിച്ചു. ആരോട്? രമേശിനോട് ചോദിക്കാണ്. ഡു യു നോ, നിങ്ങൾക്ക് അറിയുമോ ദ ആൻസർ? അപ്പൊ എങ്ങനെ വരണം? ഇവിടെ ആസ്ക്ഡ് ആണ് അല്ലെ? ആസ്ക്ഡ് ചോദിച്ചു, കഴിഞ്ഞു, പാസ്റ്റിലുള്ള കാര്യമായി. അപ്പൊ ഇനിയുള്ള വാക്കുകളും എങ്ങനെയായിരിക്കണം? പാസ്റ്റ് ഫോമില് ആയിരിക്കണം. മനസ്സിലായോ? ഇവിടെ ആസ്ക്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിനെ എന്തിലേക്ക് മാറ്റണം? പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ ആൻസർ ഏതാ വരിക? റിത ആസ്ക്ഡ് രമേശ്. പിന്നെ ആ ഫോമിലേക്ക് മാറ്റുവോ? ഡിഡ് ഫോമിലേക്കാണോ മാറ്റേണ്ടത്? അല്ല അല്ലെ? ഡിഡ് ഫോം എഴുതാൻ പാടില്ല. ഡു ആണ് ശരിയെന്ന് തന്നെ. ഡിഡ് ഫോം തന്നെയാണ്. ആൻസറിൽ ഡിഡ് ഫോം തന്നെ വരണം. പക്ഷെ ഡിഡ് വെച്ചിട്ടാണോ ആൻസർ വരേണ്ടത്? അല്ല. ഈ നോ എന്നുള്ളതിനെ ഡിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം എഴുതാനായിട്ട്. മനസ്സിലായോ? ഡു എന്നുള്ളത് എന്താണ്? ഡിഡ് ഫോമിലേക്ക് ആൻസർ എഴുതണം. കാരണം
ഇവിടെ ആസ്ക്ഡ് ആണ്. ആസ്ക് അല്ല അല്ലെ, ആസ്ക് അല്ല, ആസ്ക്ഡ് ആണ്. ആസ്ക്ഡ് ആയാൽ ഡിഡ് ഫോമിലേക്ക് മാറ്റണം. അതുകൊണ്ട് ഡു ഇനി എടുത്തിട്ട് ഡിഡ് ആക്കി എഴുതല്ല ചെയ്യേണ്ടത്. അതിന് വരുന്ന ശേഷമുള്ള ചോദ്യത്തിനെ എന്ത് ചെയ്യണം? പാസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. അപ്പോ നോ അതിനെയാണോ എഴുതേണ്ടത്? അല്ല അല്ലേ? നോ തന്നെ എഴുതാൻ പാടോ? അല്ല. നോ ആണോ? അല്ല. നോസ് ആണോ? അല്ല അല്ലേ? അപ്പൊ ഇവിടെ ഏതാ? ന്യൂ. റിത ആസ്ക്ഡ് രമേശ് വെദർ ഹി ന്യൂ ദ ആൻസർ. പഠിച്ചോ? അപ്പൊ 10 ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഓരോ ദിവസം എന്ത് ചെയ്യാന്നറിയോ? കുറച്ച് റൂളുകൾ ഇങ്ങനെ പഠിച്ച് മാറ്റിയിട്ട് പോകാം കേട്ടോ. ഇതിന്റെ കൂടെ ഡെയിലി കുറച്ച് റൂളുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളായിട്ടുള്ള റൂളുകൾ നോക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരാം, ഇതൊന്ന് ചെയ്ത് നോക്കൂ. നീതു as well as her friends. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഈ ചോദ്യം എപ്പോഴും വരാറുണ്ട്. her friends honored. ഇവിടെ ഓപ്ഷൻ തരാം. ഈസ് ആണോ, ഹാവ് ആണോ, ഹാസ് ആണോ, ആണോ? നീതു ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഓണേഡ്. ഇവിടെ നീതു ഒരൊറ്റ ആളേ ഉള്ളൂ അല്ലെ. ഹെർ ഫ്രണ്ട്സ് അവളുടെ കൂട്ടുകാർ, ഒന്നിലധികം പേരുണ്ട് അല്ലെ, ഒന്നിലധികം പേരുണ്ട്. അപ്പൊ ഇവിടെ സെന്റൻസ് ആസ് വെൽ ആസ്. ഈ സെന്റൻസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം നമ്മൾ ഈ വെർബ് ഫോം എഴുതേണ്ടത്. ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെർ ഫ്രണ്ട്സ് നോക്കാൻ പാടില്ല. ഫസ്റ്റ് സെന്റൻസിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ഒരാളെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരാളെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന വെർബും ഏതായിരിക്കണം? സിംഗിൾ ഫോമിലുള്ള സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഹാവ് എന്താ? പ്ലൂറൽ വെർബ് അല്ലേ? ആറ് പ്ലൂറൽ വെർബ് അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? ഈസ് ഫോം ആണ് വരേണ്ടത്. നീതു ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഈസ് ഓണേഡ്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും റൂളിൽ എന്താണ് പഠിക്കുക? റൂളിൽ എന്തൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്? ആസ് വെൽ ആസിന്റെ കൂടെ വരുന്നതിൽ എന്തൊക്കെ പഠിക്കാറുണ്ട്? ആസ് വെൽ ആസ് പഠിക്കും. പിന്നെ ഏതാ പഠിക്കുക? ആസ് മച്ച് ആസ് പഠിക്കും അല്ലെ? ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്. പിന്നെ നോട്ട് ചെയ്ത് തരാം കേട്ടോ. എഴുതണേ, എഴുതി വെച്ചിട്ട് പഠിക്കാം കേട്ടോ. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് പഠിച്ചോ? ഇനി മോർ ദാൻ, rather than, more than, rather than, in addition to, and to not, but, with, along with, together with, accompanied by, excluding, including, in the company of, like, unlike, besides, except. ഈ വാക്കുകളാണ്. ഇപ്പൊ ഇതേപോലെ ഒരു വാക്ക് സെന്റൻസ് തന്നിട്ട് ഈ ആസ് വെൽ ആസിന് പകരം, ഇപ്പൊ ആസ് വെൽ ആസ് നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആസ് വെൽ ആസിന് പകരം ആസ് മച്ച് ആസ് എന്നോ, ബട്ട് എന്നോ, വിത്ത് എന്നോ, എലോങ് വിത്ത് എന്നോ, ടുഗദർ വിത്ത് എന്നോ, മോർ ദാൻ, റാദർ ദാൻ, ഇൻ അഡീഷൻ ടു, ആൻഡ് നോട്ട്, അക്കംപനീഡ് ബൈ, ഇൻ ദ കമ്പനി ഓഫ്, എക്സ്ക്ലൂഡിങ്, ഇൻക്ലൂഡിങ്, ലൈക്ക്, അൺലൈക്ക്, ബിസൈഡ്സ്, എക്സെപ്റ്റ്. ഈ വാക്കുകളാണ് ഉള്ളത് എങ്കിലും ഫസ്റ്റ് സെന്റൻസിന്, ഫസ്റ്റ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഈ സെന്റൻസുകൾ ഇത്രയും തന്നിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഈ സെന്റൻസുകൾ തന്നിട്ടുള്ള ഈ വാക്കുകൾ, ഈ തന്നിട്ടുള്ള ഇത്രയും വാക്കുകൾ ഏതെങ്കിലും ഒന്നാണ് തന്നിട്ടുള്ള സെന്റൻസിൽ ഉള്ളത് എങ്കിൽ
ഫസ്റ്റത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. മറക്കരുതേ, ആദ്യത്തിലെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം വെർബ് തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ആസ് വെൽ ആസ് മച്ച് ആസ് അവരെ രണ്ടാളെയും പഠിക്കുക. മോർ ദാൻ, റാദർ ദാൻ അവരെ മാറ്റുക. ഇൻ അഡീഷൻ ടു ആൻഡ് ടു നോട്ട് അവരെ മാറ്റി. പിന്നെ അക്കമ്പനീഡ് ബൈ, ഇൻ ദ കമ്പനി ഓഫ് അവരെ മാറ്റി. എക്സ്ക്ലൂഡിങ്, ഇൻക്ലൂഡിങ് മാറ്റി. ലൈക്ക്, അൺലൈക്ക് അവരെ സെപ്പറേറ്റ് ആക്കുക. ബട്ട്, വിത്ത്, ബട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഇടുക. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ബിസൈഡ്സ്, എക്സെപ്റ്റ് ഇവയൊക്കെ സെന്റൻസിൽ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് സെന്റൻസിൽ ഇതിലേതെങ്കിലും ഒരു വേർഡാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെർബ് ഫില്ല് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വിശകലനവും കഴിഞ്ഞു. അപ്പൊ ഇന്ന് എനിക്കൊരു അർജന്റ്, ഇപ്പൊ സൺഡേ ഒക്കെ കല്യാണമുണ്ട്, ഫാമിലിയിലെ കല്യാണമാണ്. അപ്പൊ അർജന്റ് ആയിട്ട് പോകാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ക്ലാസ് എടുത്ത് തരാതിരുന്നാൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇവിടുത്തെ ചിന്തയായിരിക്കും. അപ്പൊ അതിനേക്കാൾ നല്ല ക്ലാസ് ഇട്ടിട്ട് പോകാലോ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ തന്നെ 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ നാളെ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു അസറ്റ് ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ ചെയ്യിപ്പിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാം കേട്ടോ. ഇപ്പൊ നമ്മള് ഇപ്പം കമ്പാരിറ്റീവ് ഡിഗ്രി ചെയ്തു, സിനോണിയം ചെയ്തു, ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതുമായി മുൻകാലങ്ങളിൽ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.